മറ്റെന്തെങ്കിലും യന്ത്ര സംവിധാനങ്ങൾ ക്രെയിൻ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് പുഴയിൽ നിന്ന് നീക്കാൻ എളുപ്പത്തിൽ കഴിയുമായിരിക്കുമോ ജെയിൻ? കാരണം അത്രയധികം ആ നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മോത്തി, ഇങ്ങോട്ട് മറ്റു വാഹനങ്ങളൊന്നും എത്തിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100-150 മീറ്റർ അകത്തേക്ക് കയറിയിട്ട് വേണം. അപ്പോൾ അവിടെ റോഡിനോട് ചേർന്ന് വീടുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൃഷിയിടം റബ്ബറാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ റബ്ബർ തോട്ടത്തിന്റെ അകത്തുകൂടി നടന്നും റബ്ബറും കൊക്കോയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തുകൂടി നടന്നു വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ വാഹനം ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വാഹനവും ഈ പുഴയുടെ ഓരത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അത് ഈ പുഴയിലൂടെ തന്നെ തള്ളി ഈ റോഡിന് സമീപത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ മറ്റ് മാർഗം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ പുഴയുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഒരു 100 മീറ്റർ താഴെ ദൂരം മാത്രമാണ് ഈ പാതയോരത്തേക്കുള്ളത്. അങ്ങോട്ടേക്ക് ഈ വാഹനം എത്തിക്കാനുള്ള ശ്രമമാണ്. മറ്റൊരു മാർഗവും നിലവിൽ മറ്റൊരു ക്രെയിനോ മറ്റ് JCB ഉൾപ്പെടെയുള്ള ഒരു യന്ത്ര സംവിധാനവും ഈ പുഴയുടെ അരികത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു 10-30 മീറ്ററോളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വാഹനം തള്ളി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 50 മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഈ റോഡിന്റെ ഭാഗത്തേക്ക് ഉള്ളത്. അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമാണെന്നുള്ളത് ഈ ഭാഗത്ത് വളരെ നിരന്നാണ് ഒഴുകുന്നത്. വലിയ രീതിയിലുള്ള തടസ്സങ്ങളില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കല്ലുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വലിയ തടസ്സങ്ങൾ, സാധാരണ ഈ പുഴയുടെ ഒരു രീതി എന്ന് പറയുന്നത് പല ഭാഗത്തും വലിയ കല്ലുകൾ, ഉരുളൻ കല്ലുകളും അതോടൊപ്പം തന്നെ കയങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഈ കാളിയാർ പുഴയുടെ പല ഭാഗങ്ങളിലും ഉള്ളത്. ചിലയിടങ്ങളിൽ വലിയ ആഴത്തിലാണ് പുഴ പോകുന്നത്. പക്ഷേ ഇവിടെ താരതമ്യേന നിരന്ന് ഒഴുകുകയും അതോടൊപ്പം തന്നെ വലിയ ആഴമില്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നാട്ടുകാർക്ക് ഇപ്പോൾ ഇറങ്ങി നിന്ന് ഇത്തരം ജോലികൾ ചെയ്യാൻ കഴിയുന്നത്. ഈ പുഴയുടെ മറ്റേതെങ്കിലും ഭാഗത്തായിരുന്നെങ്കിൽ ഇതിന് കഴിയുമായിരുന്നില്ല. മോത്തി, പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഒരു വെള്ളപ്പൊക്കം, ഒരു കുത്തൊഴുക്കിൽപ്പെട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഏതായാലും വാഹനം ഓടിച്ചിരുന്ന ഫാദർ ജേക്കബ് വാട്ടപ്പള്ളി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആ കാർ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളിലാണ് ആ നാട്ടുകാരുള്ളത്. വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ആ ഭാഗത്തേക്ക് മറ്റ് വാഹനങ്ങൾ, ക്രെയിൻ പോലെയുള്ളതൊന്നും എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയാണ് ആ സ്ഥലത്ത്. അതുകൊണ്ടാണ് കാർ എളുപ്പത്തിൽ കരയ്ക്ക് കയറ്റാൻ കഴിയാതെ കായികാധ്വാനം ഒന്നുകൊണ്ട് മാത്രം അത് കരയ്ക്ക് കയറ്റേണ്ടി വരുന്നത്. ജെയിൻ, ജില്ലയിൽ നിന്ന് മഴ മുന്നറിയിപ്പ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയിൽ നിന്ന് ഉണ്ടോ? ഇന്ന് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണുള്ളത്. ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ കാറ് റോഡിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവിടെ നിന്ന് കരയിലേക്ക് കയറ്റിയാൽ മാത്രം മതി. ഏതാണ്ട് റോഡിന് സമീപത്തേക്ക് ഈ വാഹനം എത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ സമീപത്തേക്ക് വാഹനം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മഞ്ഞ മുന്നറിയിപ്പാണ്. ഇന്നലെ ഓറഞ്ച് മുന്നറിയിപ്പായിരുന്നെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം മാത്രമാണ് മഴ പെയ്തത്. ഇന്ന് പക്ഷേ രാവിലെ മുതൽ ഏതാണ്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തും നേരിയ രീതിയിൽ മഴ രാവിലെ മുതലുണ്ട്. മലയോര മേഖലയിലും മഴയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബോധ്യം ഈ പുഴയുടെ ഭാഗത്ത് നല്ല കുത്തൊഴുക്കുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ കാർ ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് തോന്നുന്നു, അല്ലേ ജെയിൻ? മോത്തി, ഇപ്പോൾ ഈ വാഹനം ഏതാണ്ട് ഈ റോഡിന് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ ഒരു കട്ടിംഗ് ആണ്, ഉയരത്തിലാണ് റോഡ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പുഴയുടെ തീരത്തേക്ക് ഈ വാഹനം എത്തിച്ചു കഴിഞ്ഞാൽ ട്രെയിനോ മറ്റെന്തെങ്കിലും യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി റോഡിലേക്ക് ഈ വാഹനം കയറ്റാൻ കഴിയും. ഇനി ഏതാണ്ട് ഒരു 10-15 മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഈ പുഴയോരത്തേക്ക്. ആ മധ്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഈ പുഴയുടെ മധ്യത്തിലാണ് ഈ വാഹനം കിടക്കുന്നത്. ആ പുഴയുടെ മധ്യത്തിൽ നിന്ന് ഈ വാഹനം ഈ പുഴയുടെ തീരത്തേക്ക് അല്ലെങ്കിൽ ഒരു ശകലം ദൂരം മാത്രമാണുള്ളത്. ആ പുഴയുടെ തീരത്തേക്ക് അടുപ്പിച്ചാൽ തന്നെ ഇനിയിപ്പോൾ ക്രെയിന് മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട്
ഈ വാഹനം കരയ്ക്ക് കയറ്റാൻ കഴിയും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആളുകൾക്ക് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഈ വാഹനം തള്ളി നീക്കാൻ കഴിയുന്നുണ്ട്. ചിലയിടങ്ങളിൽ വലിയ പാറക്കല്ലുകളും മറ്റും ഉണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള തടസ്സം. ഈ പാറക്കല്ലുകളിലും മറ്റും എത്തുമ്പോൾ ഈ വാഹനം അവിടെ തടഞ്ഞു നിൽക്കുകയും അത് വാഹനം ഉയർത്തി മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് എന്തോ ചെറിയൊരു തടസ്സമുണ്ട്. ആ തടസ്സമുള്ളത് കൊണ്ട് വാഹനം ഈ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 50-100 മീറ്ററിലധികം ദൂരം ഈ ആളുകളുടെ നേതൃത്വത്തിൽ ഈ വാഹനം തള്ളി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ശകലം ദൂരം കൂടി മാത്രമാണുള്ളത്. അത് ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂത്തി എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്നാണ് ഈ വൈദികൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പുഴയിൽ ഇത്രത്തോളം ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ എത്രത്തോളം ശക്തമായിട്ടുള്ള നീരൊഴുക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കല്ലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ നിന്ന് പൊക്കി നീക്കാനുള്ള ഒരു ശ്രമമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ അദ്ദേഹം ഈ വൈദികൻ ജേക്കബ് വാട്ടപ്പള്ളി എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം ഇവിടെ സമീപത്തുള്ള ലൂർദ് മാതാ പള്ളിയിലെ വികാരിയാണ്. അദ്ദേഹം വീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ സമയത്ത് ഇരുട്ടായിരുന്നു. ഏതായാലും തലനാരിഴയ്ക്കാണ് ഫാദർ രക്ഷപ്പെട്ടത്. അത് വളരെ ആശ്വാസകരമായി. ജില്ലയിൽ പല സ്ഥലത്തും മഴയുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതൊക്കെ കൃത്യമായി പാലിക്കുക. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ പുഴയും റോഡും തമ്മിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കര കവിഞ്ഞ് പുഴ ഒഴുകുന്ന സന്ദർഭത്തിലൊക്കെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക.